പന്തെടുക്കാൻ ഒന്ന് സഹായിക്കണേ. അയ്യോ. കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? പണ്ട് പണ്ട് ചിത്രപതി എന്ന രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏക മകളായ ചിത്രരാജകുമാരി ഒരു ദിവസം തന്റെ സ്വർണ്ണ പന്തുമായി കളിക്കുകയായിരുന്നു. കളിച്ച് കളിച്ച് അവൾ നടന്ന് നടന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കാട്ടിലെത്തി. പന്ത് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവളുടെ പന്ത് അടുത്തുള്ള ഒരു പൊട്ട കിണറ്റിലേക്ക് വീണു. അയ്യോ, എന്റെ പന്ത് പോയി. അയ്യോ, ആരെങ്കിലും വരണേ, എന്നെ ഒന്ന് സഹായിക്കൂ. ഈ പന്തൊന്ന് എടുക്കണം. അവൾ കരഞ്ഞുകൊണ്ട് വേഗം തന്നെ കിണറ്റിലേക്ക് നോക്കി. കിണറ്റിൽ കിടക്കുന്ന സ്വർണ്ണപ്പന്ത് എങ്ങനെ എടുക്കും? പെട്ടെന്ന് കിണറ്റിലെ വെള്ളത്തിലൊരനക്കം. വെള്ളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു വലിയ തവള പൊങ്ങി വന്നു. കുമാരി, പന്ത് ഞാൻ എടുത്തു തരാം. പക്ഷേ ഒരു കാര്യം, എന്നെ കുമാരിയുടെ കൊട്ടാരത്തിൽ കൊണ്ടുപോകണം. കുമാരിയോടൊപ്പം താമസിക്കാൻ അനുവദിക്കണം. കുമാരിയുടെ കട്ടിലിൽ, ആ പട്ടുമെത്തയിൽ എന്നെ കിടക്കാൻ അനുവദിക്കുകയും വേണം. പന്ത് കിട്ടുമെന്നോർത്തപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ രാജകുമാരി സമ്മതം മൂളി. തവള വേഗം തന്നെ സ്വർണ്ണപ്പന്തെടുത്ത് പുറത്തു കൊണ്ടുവന്നു. പന്ത് കിട്ടിയ രാജകുമാരി തവളക്ക് കൊടുത്ത വാക്കു പാലിച്ചില്ല. അവൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചോടി. അന്നും രാത്രി പതിവ് പോലെ രാജാവും രാജ്ഞിയും രാജകുമാരിയും ഒന്നിച്ചിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം. രാജകുമാരി എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. കുമാരി, എന്നെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോകൂ. അയ്യോ, അമ്മേ. പുറത്തു നിൽക്കുന്ന തവളയെ കണ്ട് രാജകുമാരി പേടിച്ച് കരഞ്ഞുകൊണ്ട് വാതിൽ വലിച്ചടച്ചു. രാജാവിനോട് ചെന്ന് കാര്യം പറഞ്ഞു. ഉടൻ രാജാവ് പറഞ്ഞു, കുമാരി, നീ രാജപുത്രിയാണ്. രാജാക്കന്മാർ വാക്ക് പാലിക്കുന്നത് പോലെ രാജപുത്രിമാരും വാക്ക് പാലിക്കണം. ചെന്ന് വാതിൽ തുറക്കൂ. ആ തവളയെ നിന്റെ മുറിയിലേക്ക് കൊണ്ടുപോകൂ. വേഗമാകട്ടെ. രാജകുമാരിക്ക് തവളയുടെ ഉന്തിയ കണ്ണും ശരീരവും കണ്ട് പേടിയും വെറുപ്പും തോന്നി. വാക്ക് കൊടുത്തു പോയില്ലേ, ഇനി എന്തു ചെയ്യും? അവൾ വേഗം തന്നെ വല്ലാത്ത വെറുപ്പോടും പേടിയോടും കൂടി വാതിൽ തുറന്നു കൊടുത്തു. തവള വേഗം തന്നെ രാജകുമാരിയുടെ മുറിയിലേക്ക് ചാടി ഓടിപ്പോയി. അവളുടെ പട്ടുമെത്തയിൽ കയറിക്കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. ഇനി എങ്ങനെയാ ഒന്ന് ഉറങ്ങുക? അവൾ കട്ടിലിന്റെ ഒരറ്റത്ത് മാറിയിരുന്നു. ഉറങ്ങാതെ കരഞ്ഞു കരഞ്ഞ് അങ്ങനെ നേരം വെളുപ്പിച്ചു. കുമാരി, എന്നോട് വിഷമമൊന്നും തോന്നരുത്. എന്നെ തിരിച്ചു കൊണ്ടുപോയി കിണറ്റിലിടരുത്. ഞാനൊരു പാപമാണ്. എനിക്ക് നിന്നെ അറപ്പാണ്, വെറുപ്പാണ്. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാണ്. ഈ കൊട്ടാരത്തിൽ കിടക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇനിയിപ്പോ തന്നെ എന്റെ ജോലിക്കാരെ വിളിച്ച് നിന്നെ ആ കാട്ടിൽ തന്നെ കൊണ്ടുപോയിടും. നോക്കിക്കോ. അവൾ ദേഷ്യത്തോടെ കൈകൊണ്ട് തവളയെ തട്ടി താഴെയിട്ടു. താഴെ വീണ തവള പെട്ടെന്ന് ഒരു രാജകുമാരനായി മാറി. രാജകുമാരി അതിശയിച്ചു നിന്നു. കുമാരി, ഞാനൊരു രാജകുമാരനാണ്. എന്നെ ഒരു മഹർഷി കാട്ടിൽ വെച്ച് ശപിച്ച് തവളയാക്കി മാറ്റിയതാണ്.
അദ്ദേഹത്തിന്റെ വഴിയിൽ ഞാൻ തടസ്സമുണ്ടാക്കിയതിനാണ് എന്നെ ശപിച്ചത്. ചിത്രപതി എന്ന രാജ്യത്തെ കൊട്ടാരത്തിലെത്തി ചിത്രരാജകുമാരിയുടെ സ്പർശനമേറ്റാലേ ഞാൻ തിരിച്ച് രാജാവായി തീരുമെന്ന് ആ മഹർഷി ശപിച്ചിരുന്നു. എന്റെ ഭാഗ്യത്തിനാണ് രാജകുമാരി ആ കിണറ്റിന്റെ അരികിലെത്തിയത്. എനിക്ക് സന്തോഷമായി. വരൂ രാജകുമാരി, ഇനിയുള്ള കാലം എന്റെ റാണിയായിട്ട് നിനക്ക് ജീവിക്കാം. വരൂ, എന്റെ കൊട്ടാരത്തിലേക്ക് പോകാം. രാജകുമാരിക്ക് സന്തോഷമായി. പിന്നീടുള്ള കാലം അങ്ങനെ അവർ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? നാം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കരുത്. ഓരോ നഷ്ടങ്ങളും അതിലും വലിയ നേട്ടങ്ങളായിട്ട് മാറാൻ നിമിഷങ്ങൾ മതി കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.